ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. കൂടാതെ ബേബി ഷവർ തീമിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടാതെ ഈ കേക്കിൽ ഞാൻ ഫോണ്ടന്റ് വർക്കും ലേസർ പ്രിന്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ റിമൂവ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചു കൊടുക്കാം. ഒരു 3 തവണയെങ്കിലും അരിച്ചിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ തവണ മാത്രമേ അരിക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലോ ഹൈ സ്പീഡിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോഴേക്കും മുട്ടയും വാനില എസൻസും രണ്ടും കൂടി നന്നായി മിക്സ് ആയി കിട്ടും. ഇതാ മുട്ട ഇതുപോലെ പതഞ്ഞു വരുന്ന ടൈം ആവുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. 2 or 3 തവണകളായിട്ട് ഇട്ടുകൊടുത്ത് നല്ല ഹൈ സ്പീഡിൽ തന്നെ എഗ്ഗിനെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ല ഓഫ് വൈറ്റ് കളറായി വരുന്നത് വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് നല്ല ഹൈറ്റോട് കൂടിയ സ്പഞ്ച് ലഭിക്കുകയുള്ളൂ. ഇതാ ഇതുപോലെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കാണുന്നില്ലേ നല്ല ഓഫ് വൈറ്റ് കളറായിട്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കുറേ ടൈമൊന്നും ബീറ്റ് ചെയ്യരുത്. ഒരു 20-30 സെക്കൻഡ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓയിലൊക്കെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചോ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചോ മിക്സ് ചെയ്തെടുക്കാം. പൊങ്ങി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാൻ. ഫ്ലോർ മിക്സ് ചെയ്യുന്നതിനിടയിൽ റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പാല് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, ആൾട്ടർനേറ്റായി ചേർത്ത് കൊടുക്കുക. ആദ്യം ഫ്ലോറ്, പിന്നെ പാല്, പിന്നെ ഫ്ലോറ്, അങ്ങനെ ഇടവിട്ട് ലാസ്റ്റ് ഫ്ലോർ ചേർത്ത് കൊടുത്ത് വേണം മിക്സിങ് അവസാനിപ്പിക്കാൻ. അങ്ങനെ ഞാനിവിടെ ഫ്ലോർ മുഴുവനും മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് എല്ലാം കൂടി നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബൗളിനടിയിൽ മിക്സ് ആവാതെ എങ്ങാൻ ഫ്ലോർ കിടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനായി മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ടോ സ്റ്റിക്ക് കൊണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാനിവിടെ ഓവനിൽ വച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 160 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടുന്നതായിരിക്കും. അതേസമയം ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു അലുമിനിയം ചെമ്പ് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കൊക്കെ ബേക്കായി വരുന്ന ടൈം ആകുമ്പോഴേക്കും കേക്കിലേക്ക് ആവശ്യമായ ഫില്ലിങ്സ് റെഡിയാക്കി വെക്കാം. നമ്മളിവിടെ ടെൻഡർ കോക്കനട്ട് കേക്കാണല്ലോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ടെൻഡർ കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. 1 kg കേക്കിന് ഞാൻ 2 ടെൻഡർ കോക്കനട്ടാണ് എടുക്കാറുള്ളത്.
അപ്പോൾ കേക്കിന് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും. ഇനി ഇതിന്റെ ബ്രൗൺ കളർ വരുന്ന പാർട്ടില്ലേ, അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതാ ഞാൻ ആ ബ്രൗൺ കളറൊക്കെ ക്ലീൻ ചെയ്ത് ടെൻഡർ കോക്കനട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് എത്രയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഫില്ലിങ്സ് എത്രമാത്രം തിക്നെസ് വേണോ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സും നല്ല ലൂസായി പോകും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ഹൈറ്റോട് കൂടിയ കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കേക്കിനെ നമുക്ക് 3 ലെയർ ആക്കാം. അതിനു മുന്നേ ഞാൻ കേക്കിൻ്റെ മുകളിലുള്ള ലൈറ്റ് ബ്രൗൺ കളർ പാർട്ടൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ റിമൂവ് ചെയ്ത് കളയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കളയുന്നു എന്ന് മാത്രം. ഇനി 3 ലെയറുകളാക്കി എടുക്കാം. ഇത് അത്യാവശ്യം തിക്നെസ്സോട് കൂടിയ 3 ലെയറുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റായി ബീറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. എന്നിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്നും ചെറിയൊരു പോർഷൻ ക്രീം ഞാൻ വേറൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഈ ക്രീമിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഫ്ലേവർ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ക്രീമിൽ കുറച്ച് കുറഞ്ഞതുപോലെ തോന്നിയതുകൊണ്ട് ഞാനിതാ 1 ടേബിൾ സ്പൂൺ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സിനായുള്ള ക്രീം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ സിറപ്പിനായിട്ട് 1/2 കപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളവും 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവുമാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നേരത്തെ മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കിയത്. അങ്ങനെ ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് എല്ലാം നന്നായി വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ടെൻഡർ കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടി അരച്ചു വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇല്ലേ, അത് ലെയറിലായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. അതുപോലെ സെക്കൻഡ് ലെയർ കേക്കും വെച്ച് കൊടുക്കാം. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൂടാതെ അതിനു മുകളിൽ ടെൻഡർ കോക്കനട്ടിന്റെ ഫില്ലിങ്സും വെച്ച് കൊടുക്കാം.
മൂന്നാമത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കാം. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിന്റെ 3 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്കിന്റെ മുകളിലും സൈഡിലുമായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി സെറ്റ് ആവാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫൈനലൈസിങ് ചെയ്യാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ കേക്കിനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന്റെ മുകളിലും സൈഡിലുമായിട്ട് കുറച്ചധികം ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ വൈറ്റ് കളർ ക്രീമിൽ തന്നെയാണ് ഫൈനലൈസിങ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ കേക്കിനെ നല്ല രീതിയിൽ ഫൈനലൈസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. കുറച്ച് ഐറ്റംസ് ഫോണ്ടന്റിലും കുറച്ച് ഐറ്റംസ് ലേസർ പ്രിന്റിലുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കേക്കിന് താഴെ ചുറ്റുമായിട്ട് ഫോണ്ടന്റിൽ ചെയ്തെടുത്ത റിബൺ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിന്റെ താഴെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഫോണ്ടന്റിൽ തന്നെ ചെയ്തു കൊടുത്ത ബോ കൂടി വെച്ചു കൊടുക്കാം. ഇനി കേക്കിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഫോണ്ടന്റിൽ എഡിബിൾ പെന്നുകൊണ്ട് എഴുതിയ റൈറ്റിംഗ്സ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലേസർ പ്രിന്റിൽ ചെയ്തെടുത്ത ബേബി ബോട്ടിലും ബേബിയുടെ ഫുട് പ്രിന്റ്സും വെക്കാം. അതിനുശേഷം ഫോണ്ടന്റിൽ ചെയ്തെടുത്ത ബ്ലൂ ആൻഡ് പിങ്ക് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് കേക്കിന്റെ ടോപ്പിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കേക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.